ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോസേജ് ഫ്രൈ. നല്ല ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കുന്നത് നമുക്ക് സോസേജ് ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ സോസേജ് നിങ്ങൾക്ക് അടുത്തൊന്നും കിട്ടുകയില്ല എന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും സോസേജ് കിട്ടും. പണ്ടൊക്കെ ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും എല്ലാം സോസേജ് കിട്ടും. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. സോസേജ് ഫ്രൈ തയ്യാറാക്കാനായി നമ്മളൊരു 300 ഗ്രാം സോസേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി 25 ഗ്രാം വെച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സവോള ഒരു 3 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് നല്ല ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക്, പെരിഞ്ജീരകപ്പൊടി. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ടാണ് സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോസേജ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ജലാംശം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്യാൻ. എണ്ണയ്ക്കകത്തോട്ടിട്ട് സോസേജ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സോസേജ് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രൈ പാനിലോട്ട് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, തേങ്ങാക്കൊത്ത് ഒരു മുറിയുടെ പാതി തേങ്ങാക്കൊത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, സവോള ഇട്ട് കൊടുക്കുന്നു, നല്ല സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് ഉള്ളിയൊന്ന് വാട്ടിയെടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല, സോസേജിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ മസാലയ്ക്ക് അധികം ഉപ്പിടരുത്, കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. സോസേജ് എല്ലാം അത്യാവശ്യം നല്ല ഉപ്പായിരിക്കും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഫുൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സോസേജ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലേശം എണ്ണയുടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. സോസേജ് ഫ്രൈ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് ക്ഷണിക്കാം. സോസേജ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സുഹൃത്തിനോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് സോസേജ് ഫ്രൈ, ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം. ടേസ്റ്റ് നോക്കാം. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെറുതെ ഇത് വേവിച്ച് കഴിക്കണേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൂ. ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ വിദേശത്ത് നിന്ന് വരുമ്പോഴത്തേക്കായിരുന്നു ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ സുലഭമായിട്ട് എല്ലായിടത്തും ഇത് കിട്ടും. നമുക്ക് ലുലുമാളിൽ ചെന്നാൽ കിട്ടും. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.